നമ്മളെ കൂടുതൽ വെള്ളം ചേർക്കാനൊന്നും ഒക്കത്തില്ല, ഇതിന്റെ സ്വാദ് പോകും. ടേസ്റ്റി ആയിട്ടുള്ള നമുക്കിത് മാത്രം മതി ചോറിന്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുത്തു വിടാനായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അമ്മയുടെ ചേച്ചി പെരിയമ്മ വന്നപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് വേണ്ട സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് ഓർത്തിട്ട് നമുക്ക് ഇച്ചിരി ഏറെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് 6 തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിന് വേണ്ട സാധനങ്ങളുമായിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒരുപോലെ ആക്കി കിട്ടാനായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. കുറച്ച് വെച്ചു. കത്തി. അപ്പൊ ഇതിലേക്ക് ഉഴുന്ന് വറുത്തെടുക്കണം ആദ്യം. അപ്പൊ അതിനായിട്ട് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചുമന്ന് വരണം. ചുമന്ന് വരുന്നുണ്ട്, നോക്കണേ. കഴിയുമ്പോ തീ നോക്കട്ടെ. അപ്പൊ നമ്മുടെ ഉഴുന്ന് ഏകദേശം നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റും. എന്നിട്ട് നമ്മൾ ഉഴുന്ന് വറുക്കുന്ന ഒപ്പം തന്നെ നമ്മൾ ആ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ പൊടിച്ചെടുക്കണ്ടായിരുന്നു കേട്ടോ. പൊടിച്ച് എല്ലാം സെറ്റാക്കി അതിന് 6 തേങ്ങയും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ തേങ്ങാപ്പാല് പിഴിഞ്ഞെടുപ്പ് ശക്കലം മാത്രം, വളരെ കുറച്ച് മാത്രം ഒന്ന് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഒന്ന് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുകയാണേ. നല്ലപോലെ ഇളക്കി പിഴിഞ്ഞ് അത് വേണ്ട. ഇവിടെ ഇതിൽ വെച്ചോ, ആ വലുതിൽ തന്നെ നല്ലപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് ഞാൻ നല്ലപോലെ പിഴിയണം. നമ്മളെ കൂടുതൽ വെള്ളം ചേർക്കാനൊന്നും ഒക്കത്തില്ല, ഇതിന്റെ സ്വാദ് പോകും. അത് എണ്ണ പോകാനായത്. എണ്ണ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത്. നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് തേങ്ങാപ്പൊടിയൊക്കെ തേങ്ങ ചമ്മന്തിപ്പൊടിയൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ കനച്ചു പോകും. കനച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് തേങ്ങാപ്പാല്. പിന്നെ 1-2 തേങ്ങയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ പിഴിഞ്ഞെടുക്കണം എന്നില്ല. അപ്പൊ നമ്മൾ അതിലേക്ക് 100 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 100 എണ്ണം, 100 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഇട്ടിട്ടുണ്ട്. ഒരുമിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. ആളുടെ ചമ്മന്തിപ്പൊടി റെസിപ്പി ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ പറയും, എനിക്ക് ബിരിയാണി എനിക്കായിട്ട് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഈ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ നിന്ന് പിടിച്ച പിടിയാലെ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ബിരിയാണി കഷ്ടപ്പെടണ്ട, റെസിപ്പി പറഞ്ഞു തന്നാൽ മതി, കൂടെ നിന്ന് എനിക്ക് ചെയ്ത് തന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് സാധനം എല്ലാം മേടിച്ച് ചെയ്യുന്നതാണ്. ഇപ്പൊ തന്നെ തേങ്ങ വറുക്കുമ്പം നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇനിയും നമുക്ക് അതുപോലെ മൂക്കണം. ചമ്മന്തിപ്പൊടിയുടെ കളർ അറിയാമല്ലോ, അപ്പൊ അതുപോലെ നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടണം. നമ്മൾ മിക്സ് ചേർക്കുന്ന സാധനം എല്ലാം മണം, ഇതൊക്കെ വറുത്തുപൊടി ചേർന്നതാണ്. അതെ, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാണ്. ഏകദേശം മൂത്ത് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അടുത്തത് ഇനി നമുക്ക് വേണ്ടത് എള്ള് വറുത്തെടുക്കണം കേട്ടോ. കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ചമ്മന്തിപ്പൊടിക്ക് കറുത്ത എള്ളാണ് നല്ലത്. അപ്പൊ അത്യാവശ്യം ഞാൻ എടുത്ത എള്ള് മൊത്തം വറുത്തെടുത്തിട്ടുണ്ട്. എള്ള് വറുക്കുന്ന ഭാഗം നമുക്ക് അറിയാമല്ലോ, ജസ്റ്റ് ഒന്ന് എള്ള് പൊട്ടി വരുന്ന ഭാഗം ആകുമ്പോഴേക്കും നിർത്താം. നമുക്ക് എള്ള് വറുത്തത് മാറ്റി വെച്ചിട്ട് ബാക്കി ചമ്മന്തിപ്പൊടിയുടെ ആ കൂട്ടൊന്ന് ശരിയായി മൂത്ത് വന്നോന്ന് നോക്കണം. ഞാൻ വിളക്കുന്ന കണ്ട് കാവലിരിക്കും. അപ്പൊ നമ്മൾ അതിൽ ആദ്യം വറുത്ത് വെച്ച് ഉഴുന്നുണ്ട്, അപ്പൊ അതൊന്ന് പൊടിച്ചെടുക്കാം. ഇട്ടിട്ടുണ്ട്.
ആയിട്ടുണ്ട് നല്ല. പാത്രത്തിലോട്ട് തിരിച്ച് ഉഴുന്ന് പൊടിച്ചതായി. ഇങ്ങനെ ഇത്ര തരിയായിട്ട് മതിയല്ലോ. പിന്നെ മുളക് നമ്മൾ സെപ്പറേറ്റ് മുളക് മാത്രം എടുത്തു. ഇത്രയും പൊടിച്ചിട്ട് രണ്ടാമത് പൊടിക്കും. മുളക് ഒരുമിച്ചിട്ടാ പൊടിയുവോ? പൊടി നമ്മൾ ഇളക്കി ഇട്ട് പൊടിച്ച പിന്നെ ഇതിന്റെ കൂടെ ഇടുമല്ലോ. നമ്മളത് ഒരുമിച്ചിടുമല്ലോ. മുളക് രണ്ടായിട്ട് എടുത്ത് പൊടിക്കുകയാണേ. നല്ലപോലെ പൊടിയണം. മുളക് കണ്ടോ നല്ലോണം പൊടി നല്ല ഫൈൻ പൗഡർ പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറയും ചെയ്തു നമുക്ക് വീട്ടിലെ മുളക് മേടിച്ച് കഴുകി ഉണക്കി നമ്മുടെ വീട്ടാവശ്യത്തിന് പൊടിച്ചെടുത്താൽ മതിയാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ എന്നിട്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചതിനകത്ത് കംപ്ലീറ്റ് മുളക് പൊടിച്ചല്ലോ. അപ്പൊ ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ് കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, അല്ലാത്തവർക്ക് 1-2 അല്ലിയെങ്കിലും ജസ്റ്റ് ചേർക്കുന്നത് നല്ലതായിരിക്കും. വെളുത്തുള്ളി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. പിന്നെ പുളി, ഒരു വലിയ നാരങ്ങ മുഴുപ്പിലാണ് പുളി എടുത്തത്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണേ. അപ്പം അത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മൊത്തം ഉപ്പിൻ്റെ വേണമെങ്കിലും ആ കൂടെ അങ്ങ് ചേർക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് അതിൻ്റെ കൂടെ കുറേശ്ശെ പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പുളി അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചോട് ചേർത്ത് നല്ലോണം ഒന്ന് പൊടിക്കണം. അപ്പോൾ അത് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം പുളി അടിയിൽ ഇങ്ങനെ ഒട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പൊടിച്ച് വെച്ച മുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതും നല്ലോണം ഒന്ന് പൊടിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെ വേണം പൊടിക്കാൻ. ജസ്റ്റ് നമുക്ക് വീട്ടാവശ്യത്തിന് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കൈ കൊണ്ട് ഇളക്കുന്നത്. അപ്പോൾ അതിന് അത് വേറൊന്നും തോന്നണ്ട, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് പൊടിച്ചെടുക്കണ്ടായിരുന്നു. പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന തേങ്ങ പൊടിച്ചെടുത്തു. പിന്നെ ആ തേങ്ങയുടെ കൂടെ നമ്മൾ ആദ്യം ഉഴുന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് പൊടിച്ചെടുത്തു. ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എള്ള് അതിൻ്റെ പകുതി മാത്രം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പകുതി എടുത്ത് നല്ലോണം പൊടിച്ചിട്ട് ആ കൂടെ ഇട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോഴേക്കും പെരിയമ്മ അതിനേക്ക് വേണ്ട കായപ്പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് കൊടുത്തപ്പോഴേക്കും ഞാൻ എള്ള് പൊടിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ എള്ള് പൊടിച്ചതും കൂടി ചേർത്തിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് എടുക്കുന്നതിൽ നല്ലോണം കൈക്ക് ഇളക്കി എടുത്താൽ മാത്രമേ ഇത് യോജിച്ച് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ കൈകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഉപ്പ് ചേർക്കാം. അപ്പോഴേക്കും ടേസ്റ്റ് നോക്കാനായിട്ട് ഇങ്ങനെ പല കൈകൾ ഓടി അതിൽ വരുന്നുണ്ടായിരുന്നു. നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി വെച്ചു. സംഭവം ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ട്, വളരെ എളുപ്പം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ചമ്മന്തിപ്പൊടി റെസിപ്പി ഇതാ.